ഹലോ ട്രേഡേഴ്സ്, ട്രേഡിംഗ് ടാറ്റിക്സിൻ്റെ പുതിയൊരു വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കറൻസികളുടെ കഥ പറയുന്ന വീഡിയോ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്കാണ് നമ്മളിന്ന് വന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ഫിയർ ബേസ്ഡ് മാർക്കറ്റ് എന്താണെന്നും എങ്ങനെയാണ് കറൻസി സ്ട്രെങ്ത് മീറ്റർ ഉപയോഗിക്കേണ്ടതെന്നും സേഫ് ലെവൽ കറൻസി ലെവൽ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മളൊരു 4 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരാച്ചും തീർച്ചയായും വീഡിയോ കാണാം, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫോർ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കറൻസി പെയേഴ്സിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഈ ടേബിൾ ഫോറക്സ് വോൾട്ടാലിറ്റിയാണ്. myforexbook.com പോയി കഴിഞ്ഞാൽ ഫോറക്സ് വോൾട്ടാലിറ്റി കാണുന്ന ഈ ടേബിൾ നമുക്ക് ലഭിക്കും. ഓക്കെ, ബിഗിനേഴ്സ് ഒരു കറൻസി പെയർ ട്രേഡ് ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഫോറക്സ് വോൾട്ടാലിറ്റി. വോൾട്ടൈൽ ആയിട്ടുള്ള കറൻസി പെയേഴ്സിൽ നമ്മൾ ഒരിക്കലും ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് ഗോൾഡിൻ്റെ ഡിഫറെൻറ്റ് ബിഹേവിയറാണ്. നമുക്ക് മറ്റു കറൻസി പെയേഴ്സിനെ അപേക്ഷിച്ച് ഗോൾഡ് ഭയങ്കര ക്രേസിയും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഗോൾഡ് നമുക്ക് വളരെ ഫിയർ ബേസ്ഡ് മാർക്കറ്റ് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ ഒരു സേഫ് ആയിരുന്ന അസറ്റാണ്. അപ്പോൾ ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചെറിയൊരു ഗോൾഡ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല വ്യതിയാനങ്ങളും ഗോൾഡിനെ വളരെ വലിയ രീതിയിൽ ഗോൾഡിൻ്റെ പ്രൈസിലും ഗോൾഡിൻ്റെ ചാർട്ടിലും വളരെ വലിയ രീതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം ഈ വോൾട്ടൈൽ ആയിട്ടുള്ള ഒരു കറൻസി പേര് എസ്പെഷ്യലി ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നത് വളരെ റിസ്ക്കാണ്. കാരണം പെട്ടെന്ന് തന്നെ അവരുടെ അക്കൗണ്ട് വാനിഷ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും ട്രേഡ് ചെയ്തവരറിയാം, ഇപ്പോൾ ഗോൾഡ് പോലെയല്ല സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെയല്ല എ യുടെ പോലെയല്ല യുടെ പോലെ എൻ, അതൊക്കെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സും ഡിഫറെൻറ്റ് ബിഹേവിയറുമാണ് നമ്മുടെ അടുത്ത് ചാർട്ടിൽ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഫാമിലിത്തെ കാര്യങ്ങൾ എടുത്താലും അറിയാം, നമ്മുടെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, നമുക്ക് കസിൻസ് ഉണ്ടാവും, ബ്രദേഴ്സ് ഉണ്ടാവും, ഗ്രാൻഡ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ അവരുടെ എല്ലാവരും ബിഹേവിയർ ഒരുപോലെ ആവില്ല. ഭയങ്കര വളരെ വ്യത്യസ്തമായ രീതിയിലാവും അവരുടെ ബിഹേവിയർ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും ഈ ഫോൾട്ടൈൻ ആയിട്ടുള്ള ഒരു കറൻസി പെയറിൽ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യരുത്. എസ്പെഷ്യലി ഗോൾഡ്, ഓയിൽ, GBPയുടെ കുറച്ച് ക്രോസ് പെയേഴ്സ്, എസ്പെഷ്യലി GBP-N, GBP-NST, GBP-AUD. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കമ്മോഡിറ്റി കറൻസികളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു ഫിയർ ബേസ്ഡ് മാർക്കറ്റ് സിറ്റുവേഷനിൽ ഒരു ജനറൽ പബ്ലിക്കിൻ്റെ മണി എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊരു കോർത്തിണക്കിയിട്ടാണ് നമ്മുടെ ഈ കറൻസി കഥ എന്ന് പറഞ്ഞ ട്രേഡിങ് ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോ സീരീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിഗിനർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കറൻസി പെയേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. AUD CAD 4 hourൽ ഒരു 19 പിപ്പാണ്. അത് ഇവിടെ കണ്ടാൽ അറിയാം, പെർസെൻറ്റേജ് മാറ്റാൻ പറ്റും. AUD CAD 19 പിപ്പ് വരെ മൂവ് ചെയ്യാം 4 hourൽ. AUD JPY 17 പിപ്പ് വരെ മൂവ് ചെയ്യാം. AUD NST കുറച്ചുകൂടി കൂടുതലാണ്, 28 പിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്ക്രോൾ ചെയ്താൽ മനസ്സിലാവും, യൂറോയും AUDയും ഇവിടെ ഒരു കമ്മോഡിറ്റി കറൻസിയാണ്. ഒരു മണിക്കൂറിൽ 41 പിപ്പ് വരെ മൂവ് ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി താഴോട്ട് നോക്കി കഴിഞ്ഞാൽ യൂറോ JPY 40 പിപ്പ് വരെ മൂവ് ചെയ്യാം. GBP-N 32 പിപ്പ് വരെ 4 hourൽ മൂവ് ചെയ്യാം. GBP-USD ഒരു 17 പിപ്പ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വോൾട്ടൈൽ കൂടുതലുള്ള കറൻസി പെയറിൽ ഒരു കാരണവശാലും ബിഗിനേഴ്സ് ട്രേഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് വോൾട്ടാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വോൾട്ടാലിറ്റി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പോൾ അപ്പോൾ ബിഗിനേഴ്സിന് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വോൾട്ടാലിറ്റി. അതുകൊണ്ടാണ് ബിഗിനേഴ്സ് ഗോൾഡിലും GBPയുടെ കുറച്ച് ക്രോസ് കറൻസി പെയേഴ്സിലൊക്കെ ഓയിലും ഒക്കെ ട്രേഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര സമയം കൊണ്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ ചാർട്ട് മൂവ് ചെയ്യും. അതിൻ്റെ ഒരു വളരെ സ്കെയറി പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ചിന്തിക്കാത്ത പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ ലോസസ് ഉണ്ടാകാനും വളരെ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ഗോൾഡിലൊക്കെ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഡ്രോയിങ് വരച്ചുകൊണ്ടൊക്കെ ഗോൾഡിലേക്ക് എൻട്രി ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഫോറക്സ് മാർക്കറ്റിലാണ്. ഒരു കാരണവശാലും നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഒരു ട്രേഡും നമുക്ക് ഒരു വിന്നിങ് പൊസിഷനിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അത് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഗോൾഡിലൊക്കെ നമ്മളിപ്പോൾ ഒരു ബിഗിനർ ഒരു ചെറിയൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു ഡ്രോയിങ് ഒക്കെ വരച്ച് മാർക്കറ്റിൽ എൻട്രി ആവണം. നിസ്സാര സമയം കൊണ്ട് അവൻ്റെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. സിമ്പിളായിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷനിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ ട്രാപ്പ് ചെയ്യാനും നിസ്സാര സമയം കൊണ്ട് തന്നെ മാർക്കറ്റ് റിവേഴ്സിൽ വന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമ്മുടെ അക്കൗണ്ട് മുഴുവൻ വാനിഷ് ആവാനുള്ള വളരെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു അക്കൗണ്ട് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു ബിഗിനർ ഒരു കാരണവശാലും വോൾട്ടൈൽ ആയിട്ടുള്ള കറൻസി പേഴ്സ് നമ്മൾ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കിത് വോൾട്ടൈലായിട്ട് ഈ ചാർട്ട് കിട്ടുന്ന ഈ ടേബിൾ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ myforex.com പോയി കഴിഞ്ഞാൽ നമുക്ക് ഫോറക്സ് വോൾട്ടാലിറ്റി കിട്ടും. ആ വോൾട്ടാലിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി എന്തൊക്കെ എത്ര ഒരു 4 ഹവറിൽ ഒരു കറൻസി പെയർ എത്ര മൂവ് ചെയ്യും, എത്രത്തോളം ദൂരം സഞ്ചരിക്കും. അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ ചെയ്യുക, ഒരു ബിഗിനർ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത് AUD ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പെയറാണ്. AUD-CHF, AUD-USD, ഒരു GBP-USD ഏറെക്കുറെ നമുക്ക് ട്രേഡ് ചെയ്യാം. അതേപോലെ Euro-USD. നമ്മൾ ഒഴിവാക്കേണ്ടത് GBPയുടെ ക്രോസ് കറൻസി പെയർസും അതേപോലെ കമ്മോഡിറ്റി കറൻസി പെയർസും. ഇപ്പോൾ ഈ യൂറോ AUD, യൂറോ NSD, GBP AUD, GBP NSD, GBP N, യൂറോ N അതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് കൂടുതലായിരിക്കും മൂവ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ന്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ AUD-CAD, AUD-CHF നമുക്ക് ആ ന്യൂസ് വളരെ വൈകാരികമായിട്ട് റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളെപ്പോഴും ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാനായിട്ടും ബെറ്റർ ചെറിയ എമൗണ്ടിലും ചെറിയ ക്യാപിറ്റലായാലും നമ്മൾ റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. കാരണം നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെയധികം സാധിക്കും. ഓക്കെ, ഇതിനേസ് ചൂസ് ചെയ്യേണ്ട കറൻസി പേഴ്സുകളാണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത്. AUD-CAD ട്രേഡ് ചെയ്യാം, AUD-N ട്രേഡ് ചെയ്യാം, AUD-NSD നമുക്ക് ഒഴിവാക്കാം, AUD-USD, Euro-USD, GBP-USD ഇതൊക്കെ നല്ല വോളിയുള്ള കറൻസി പേഴ്സാണ്. അതിൽ അപ്പോൾ വോളിയുള്ള കറൻസി പേഴ്സിനെ കുറിച്ച് വേറെ സെപ്പറേറ്റ് വീഡിയോ പറയാം. അപ്പോൾ വോളിയുള്ള കറൻസി പേഴ്സിന് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ സ്പ്രെഡ് കുറവിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ എക്സ്പെഷ്യലി ആ കറൻസി പേഴ്സ് പല ന്യൂസ് ഇവൻറ്റുകളിലാണ് സ്പ്രെഡ് കൂടി കുറച്ചുകൂടി ഹൈക്ക് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ Euro-USD, AUD-USD, GBP-USD സ്പ്രെഡ് ഏറെക്കുറെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ IC മാർക്കറ്റിന് Euro-USD 0 പിപ്പിലാണ് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു കമ്മീഷൻ അല്ലാതെ നമുക്ക് ഒരു കാരണവശാലും നമ്മളിന്ന് സ്പ്രെഡ് എടുക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ഒരു ബിഗിനർക്ക് 2 കാര്യങ്ങൾ, ഒന്ന് സ്പ്രെഡും ഒന്ന് നമ്മുടെ സേഫ്റ്റിയാണ് ഈ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ചെയ്യുന്ന ഒരുപാട് ഒരു കറൻസി പെയർസിൽ നിന്ന് 2-3 ഓർഡേഴ്സ് ഫില്ല് ചെയ്യും. പിന്നെ ഹയർ ലീവറേജ് ഉള്ള കാരണം അവർ കൂടുതലായിട്ടുള്ള റിസ്ക് എടുക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടത് ലോവർ വോൾട്ടാലിറ്റി ഉള്ള കറൻസി പേഴ്സിലാണ്. നമുക്ക് ആ കറൻസി പേഴ്സിൽ നമ്മൾ മൂവ് ചെയ്യണം. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കറൻസി പേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പഠിച്ച് നമുക്ക് കൺസിസ്റ്റൻസി ഫീൽ ആവുന്ന സമയത്താണ് നമ്മൾ കാരണവശാൽ കൂടുതലായിട്ടുള്ള എമൗണ്ടിലേക്കും കൂടുതലായിട്ടുള്ള ലോഡ് സെറ്റിലേക്കും മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഈ വോൾട്ടാലിറ്റി കുറവുള്ള കറൻസി പേഴ്സിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു, നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണോ, നിങ്ങൾക്ക് ഏത് കറൻസി പെയർ ചൂസ് ചെയ്യണം അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. നമുക്ക് ഇതിൽ എല്ലാ കറൻസി പേഴ്സും അവൈലബിൾ ആണ്. കുറച്ച് കറൻസി പേഴ്സ് മിസ്സിംഗ് ആണ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്രോസ് കറൻസി പേഴ്സ് വെച്ചിട്ട് ഏറെക്കുറെ ഒരു 4 ഹവറിൽ എത്രത്തോളം മൂവ് ചെയ്യും അതിനെപ്പറ്റിയുള്ള ധാരണ നമുക്ക് ഈ ഒരു സൈറ്റ് വഴി കിട്ടും. അപ്പോൾ ഒരു കാരണവശാലും ബിഗിനേഴ്സ് ഗോൾഡിലും ഓയിലിലും GBPയുടെ ക്രോസ് കറൻസി പേഴ്സിലും കമ്മോഡിറ്റി കറൻസി പേഴ്സിലും ഒരു കാരണവശാലും ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം നമ്മുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് അപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലും വരുന്നത്, ട്രേഡ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കറൻസി പേഴ്സ് നമുക്ക് നല്ല മൂവബിൾ ആയിട്ടുള്ള നല്ല വോൾട്ടാലിറ്റി കൂടിയ കറൻസി പേഴ്സ് നമുക്ക് മൂവ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ചാനൽ ഫോമിലും ഉണ്ട്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തതെന്ന് വെച്ചെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ട്രേഡിംഗ് പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റുകളും ട്രേഡിംഗ് സിഗ്നൽസും അതുപോലെ തന്നെ മാർക്കറ്റ് ഫീഡുകളും ന്യൂസ് ഫീഡുകളും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരെന്ന് വെച്ചാൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഫോറക്സ് പരമായിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ആവുന്ന വേഗത്തിൽ നമുക്ക് മറുപടി തരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കറൻസി പേഴ്സിൽ ചൂസ് ചെയ്യുമ്പോൾ വോൾട്ടാലിറ്റിയുടെ പ്രത്യേകത എന്താണ്, വോൾട്ടാലിറ്റി കുറഞ്ഞ കറൻസി പേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഗുണങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വെച്ചാൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് വെച്ചെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.